സ്ത്രീ പീഡന കേസുകളിൽ സ്ത്രീകളുടെ മൊഴി മാത്രം കേട്ടല്ല വിശദമായ അന്വേഷണം നടത്തി വ്യാജ പരാതിയല്ലെന്ന് ബോധ്യപ്പെട്ടാലേ തുടർ നടപടി വേണ്ടൂ എന്ന ഹൈക്കോടതി നിർദ്ദേശം പുരുഷ കമ്മീഷൻ രൂപീകരിക്കണമെന്നതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ. രാജ്യത്തുണ്ടാകുന്ന സ്ത്രീപീഡന കേസുകളിൽ ഭൂരിപക്ഷവും വ്യാജ പരാതികളാണെന്ന് തെളിയിക്കുന്നതാണ് സ്ഥിതിവിവര കണക്കുകളെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ രൂപീകരിച്ചതുപോലെ പുരുഷ കമ്മീഷനും രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നടത്തുന്ന പ്രചാരണ പരിപാടികളുടെ ഭാഗമായി തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിധിന്യായം വന്നിട്ടുള്ളത്. ഒരു സ്ത്രീ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കേണ്ടതില്ല എന്ന് കോടതി ഒരു ഒബ്സർവേഷൻ പറയുകയല്ല, വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് മുമ്പുള്ള നിയമത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയുടെ മൊഴിക്ക് വൈരുദ്ധ്യങ്ങൾ ഇല്ലെങ്കിൽ പുരുഷനെതിരെയുള്ള കേസുമായി മുമ്പോട്ട് പോകാം. പുരുഷനെതിരെ തെളിവുകൾ വേണമെന്ന കാര്യമില്ല. പുരുഷനെ ശിക്ഷിക്കാൻ പോലും നമ്മുടെ നിയമത്തിൽ ഒരു സ്ത്രീയുടെ മൊഴിക്ക് വൈരുദ്ധ്യം മാത്രം ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് നിയമത്തിന്റെ സെറ്റിൽഡ് പൊസിഷൻ. ഒരുപക്ഷെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ഇങ്ങനെ പരാതി പറയുന്ന എല്ലാരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട ഒരു ഹൈക്കോടതി പറയുന്നത്. കണ്ണൂർ സ്വദേശി കെ നൌഷാദിന്റെ കേസിൽ ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ പ്രസ്തുത വിധി ചരിത്രപരമാണ്. ഹൈക്കോടതിയുടെ വിധിന്യായമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായ പ്രാധാന്യവും നിയമപരമായ പ്രസക്തിയും അതിനുണ്ട്. മൊഴിയുള്ളതുകൊണ്ട് മാത്രം മതിയാകില്ല, വിശദമായ അന്വേഷണം നടത്തണമെന്നും ഇരുഭാഗങ്ങളിലെ വ്യക്തികൾക്ക് പറയാനുള്ളത് പോലീസ് ശ്രദ്ധയോടെ കേൾക്കണമെന്നും വ്യാജ പരാതികൾ ഒരു വ്യക്തിക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നുമാണ് കോടതി വിധിന്യായത്തിൽ പരാമർശിച്ചത്. താൻ ഉൾപ്പെടെ പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്നവർ കഴിഞ്ഞ കുറേ കാലമായി സമൂഹത്തിൽ ഉയർത്തുന്ന വാദഗതികളാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധിന്യായത്തിലൂടെ പരാമർശിച്ചത്. പുരുഷന്മാരെ വ്യാജ ലൈംഗികാരോപണത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകളിൽ പെടുത്തുന്ന പ്രവണത വർദ്ധിക്കുകയാണ്. വ്യാജ പരാതികൾക്കിരയാകുന്ന പുരുഷന്മാർക്ക് നീതിക്കായി സമീപിക്കാൻ ഒരിടം അത്യാവശ്യമാണ്. ഇതിന് പരിഹാരമായി തയ്യാറാക്കിയ സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ സ്പീക്കറുടെ അനുമതിക്കായി എൽദോസ് കുന്നപ്പള്ളി MLA സമർപ്പിച്ചത് ഉടൻ പരിഗണിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയ് അറയ്ക്കൽ, സെക്രട്ടറി ഗിരീഷ് കർത്ത എന്നിവരും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. TCV ന്യൂസ്, തൃശൂർ.